ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. അപ്പോൾ ഞാൻ നീലേശ്വരത്ത് ഒരു മനോഹരമായ വീടിൻ്റെ മുന്നിലാട്ടോ, ഒരു തറവാട് വീടിൻ്റെ മുന്നിലാണ്. തറവാട് സ്റ്റൈലിൽ പണി കഴിപ്പിച്ചിട്ടുള്ള നല്ലൊരു വീടിൻ്റെ മുന്നിലാണ്. മനോഹരമായിട്ടുള്ള ഒരു മുറ്റം, ഒരു തുളസിത്തറ, പഴമ ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ചെങ്കല്ലിൽ തേക്കാത്ത രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് ചെങ്കല്ലിൽ സിമ്പിളായിട്ട് ചെയ്തതാണ്. അതായത് സാധാരണ പടവ് ചെയ്തിട്ട് ഇതുപോലെ പോളിഷ് ചെയ്തിട്ടുണ്ടാകും. ഏറ്റവും ചിലവ് കുറഞ്ഞു, നമ്മൾ പേപ്പർ ജോയിൻറ്റ് പടവൊന്നുമില്ല, എന്നാലും നല്ല രീതിയിൽ തന്നെ നല്ലൊരു ഫീല് ഈ ഒരു പടവിൽ, ഈ ഒരു ചുമരിന് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റൈലിലാണ് വരുന്നത്. ഇത് ചെങ്കല്ലിൽ പടവ് ചെയ്തിട്ട് ഈ കല്ലിൻ്റെ പൊടി കൊണ്ട് അടച്ചിട്ട് പോളിഷ് ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ ചുമരൊക്കെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീടിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു വരാന്തയാണ്. നല്ല പൂമുഖത്തോട് കൂടിയിട്ട് പഴയ ഒരു തറവാട് ലുക്ക് കിട്ടുന്ന രീതിയിലുള്ള ഒരു സിറ്റ് ഔട്ടാണ് ഇതിന് വന്നിട്ടുള്ളത്. 1800 സ്ക്വയർ ഫീറ്റ് വരുന്ന നല്ല ഒരു വീടാണ്. നമ്മൾ വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ എടുത്തു പറയേണ്ടത് ഈ ഒരു ടൈലിൻ്റെ ഡിസൈനാണ്. ഈ വീടിനോട് ചേരുന്ന രീതിയിലുള്ള കളറ് മാച്ച് ചെയ്തിട്ടുള്ള ടൈലാണ്. നല്ല ടൈലിലൂടെ ഈ വരാന്ത മുഴുവനായിട്ട് ഈ ഒരു കളറിലാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വരാന്തയും അതുപോലെ തന്നെ ഈ ഒരു സീറ്റിംഗ് ഏരിയ, ഇവിടെയൊക്കെ വന്നിങ്ങനെ ഇരിക്കുമ്പോൾ നല്ലൊരു ഫീല്, പഴയൊരു തറവാട്ട് വീട്ടിൽ വന്ന് ഇരിക്കുന്ന ഒരു ഫീല് കിട്ടുന്നുണ്ട് കേട്ടോ. ഇത്ര നീളത്തിലുള്ള ഒരു വരാന്തയാണ് വന്നത്. അപ്പുറത്തെ സൈഡിലേക്ക് ഈ ഒരു വരാന്ത വരുന്നുണ്ട്. ആ രീതിയിൽ ഒരു ചെങ്കല്ല് വീട് കേട്ടോ, ചെങ്കല്ലുകൊണ്ട് പണിതിട്ടുള്ള സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ള. അതിൻ്റെ ഒരു പ്രത്യേകത ചെങ്കല്ലുകൊണ്ട് ഒരുപാട് പൈസയ്ക്ക് നമുക്ക് ഒരുപാട് പൈസ ചിലവാക്കി ചെങ്കല്ലുകൊണ്ട് ചെയ്യാം. ഇത് സിമ്പിളായിട്ട് വളരെ ചുരുങ്ങിയ ചിലവിൽ ചെങ്കല്ലുകൊണ്ട് ചെയ്തിട്ടുള്ള. ഇനിയിപ്പോൾ ഇതിൽ വേറെ പ്ലാസ്റ്ററിങ്ങോ പെയിൻറ്റോ ഒന്നും ആവശ്യമില്ല. ചെങ്കല്ല് ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്ത് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് ഒന്ന് പോളിഷ് ചെയ്തിട്ടുള്ളതാണ്. ആ രീതിയിലാണ്. ഇതിൻ്റെ ജനലൊക്കെ വരുന്നത് സ്റ്റീലാണ്. ജനലും വാതിലൊക്കെ സ്റ്റീൽ കൊണ്ട് ചെയ്തിട്ട് അതിൽ മരത്തിൻ്റെ ലുക്കാക്കി മാറ്റിയിട്ടുള്ളതാണ്. മെയിൻ ഡോർ കടന്ന് അകത്ത് കയറുമ്പോൾ തന്നെ ഇവിടെ ഒരു പൂജാമുറി, 3 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഈ ഒരു വീടിൻ്റെ ലിവിങ് സ്പേസ് ആണ് ഇത്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ ഓണറാണ് ജനാർദ്ദൻ ഏട്ടൻ അല്ലേ? ജനാർദ്ദൻ ഭാര്യൻ്റെ അച്ഛന് വേണ്ടി നിർമ്മിച്ചാണ് വീട്. ഓഹോ. അപ്പോൾ നല്ലൊരു വീടാണ്. ഈ വീടിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു ഓടിൻ്റെ ഈ ഒരു സ്ട്രക്ചർ എങ്ങനെ ആയതുകൊണ്ടാണ് അല്ലേ? അതെ, മേലെ വലിയ രീതിയിലുള്ള ഓടാണ്. ഇതിൻ്റെ ഈ ഒരു ഏരിയ ഫുള്ള് ഇത്രയും മേലെ സ്ഥലമുണ്ട്. ഒരു തട്ട് മോഡലാണ്. അതുകൊണ്ടാണ് ഇത്രയും തണുപ്പ് അനുഭവപ്പെടുന്നത്. ഇതെന്താ സംഭവം? ഇത് പറഞ്ഞാല് നമ്മുടെ അച്ഛൻ്റെ അച്ഛൻ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. ഓഹോ. അതിന്റെ പി അച്യുതൻ. അതെ, പി അച്യുതൻ. അപ്പൊ അതിന്റെ ഒരു ഫലകം അല്ലേ? ഫലകം അത് എല്ലാരും കിട്ടുന്നത് സ്വാതന്ത്ര്യ സമര സേനാനി കിട്ടുന്നതാണ് അല്ലേ? അപ്പൊ അച്ഛൻ്റെ അച്ഛൻ അല്ലേ? അച്ഛൻ്റെ അച്ഛൻ, ഭാര്യൻ്റെ അച്ഛൻ്റെ അച്ഛൻ. അപ്പോൾ ഈ ഒരു ഏരിയ മനോഹരമായിട്ട് പഴയ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ 3 ബെഡ്റൂമാണ് ഈ ഒരു വീടിന് വരുന്നത്. ഒരു ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ് ഇവിടെ, ഇതൊരു ബെഡ്റൂം, പിന്നെ ഒരു ബെഡ്റൂം അതാണ് വരുന്നത്. ഇത് ഒരു ഹാള്, അപ്പുറത്ത് കിച്ചൺ അല്ലേ? നല്ലൊരു കൂളിംഗ് ഉണ്ട്. വരും ഇവിടെയൊക്കെ നിൽക്കുമ്പോൾ ആ വെയിലത്ത് നിന്ന് ഉള്ളോട്ട് കയറുമ്പോൾ നല്ലൊരു സുഖം കിട്ടുന്നുണ്ട്. ഇത് ഒരു മച്ചാണ് അല്ലേ? ഇവിടെ എപ്പോഴെങ്കിലും നമുക്ക് മുകളിലേക്ക് കയറേണ്ടി വന്നാൽ അപ്പൊ അത് തുറന്നിട്ട് താഴത്തേക്ക് വെച്ചാൽ മതി അല്ലേ? ലിവിങ്ങും ഹാളൊക്കെ നമ്മൾക്ക് ഒറ്റ റൂമായിട്ട് തന്നെ അനുഭവപ്പെടുന്നുണ്ട്. നല്ല രീതിയിലുള്ള വിശാലമായിട്ടുള്ളൊരു സൗകര്യം. അതുപോലെ തന്നെ ഇത് കിച്ചണാണ്, അപ്പുറത്ത് വർക്ക് ഏരിയ. ഇത് ഒരു അടുത്ത ബെഡ്റൂം. ഇവിടെയാണ് വാഷ് ബേസ്, ഹാൻഡ് വാഷ് ഇവിടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ലിൻഡൽ വരുന്ന ഭാഗത്ത് കല്ല് കട്ട് ചെയ്ത് വെച്ചാണ്. കല്ല് 1/2 ഇഞ്ചിൽ കട്ട് ചെയ്തിട്ട് പലക അടിക്കുമ്പോൾ ആ കല്ല് അവിടെ വെച്ചതിന് ശേഷം കോൺക്രീറ്റ് ചെയ്തതാണ് അല്ലേ? അപ്പോൾ ആ രീതിയിൽ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഒരു റഫ് ലുക്ക്, ഇതാണ് ഇതിൻ്റെ ഒരു ലുക്ക് എന്ന് പറയുമ്പോൾ. നല്ല ഫിനിഷിംഗ് ആയിട്ട് ഒരേ ലെവലിലല്ല, പക്ഷേ ഇതിൻ്റെതായ ഒരു സൗന്ദര്യം, ഇതിൻ്റെതായ ഒരു കാണാനൊരു ഭംഗിയുണ്ട് കേട്ടോ. പഴമ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക്, ഇതുപോലത്തെ കല്ല് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക്, ഈ ഒരു തണുപ്പ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന, നല്ല താമസിക്കാൻ നല്ല സുഖമുള്ള ഒരു മനോഹരമായ ഒരു വീട്. കുരുവിൻ്റെ കൂട്. ഇതുപോലെ വാങ്ങാൻ കിട്ടുന്നതാണല്ലോ അല്ലേ? ഓക്കെ. ഇതിൽ കുരുവി ഉണ്ടോ? ഇല്ല. കുരുവി വരും അല്ലേ?